ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിച്ചടിയാണ്, ഒരു ഹെൽത്തി കിച്ചടിയാണ് കേട്ടോ. നമ്മുടെ നെല്ലിക്ക ഇല്ലേ, നെല്ലിക്ക കൊണ്ടുള്ള കിച്ചടിയാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ തേങ്ങ ഒരു കപ്പ്, ഒരു 1/4 കപ്പ് മതി കേട്ടോ. ചെറിയ ഇതുപോലത്തെ ഒരു ബൗളാണെങ്കിൽ ചെറിയൊരു ബൗളിൽ. പിന്നെ നെല്ലിക്ക, ഈ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പിട്ട് വെക്കില്ലേ, ചുമ്മാ വെറുതെ അങ്ങനത്തെ നെല്ലിക്കയാണ്. പിന്നെ കടുക് കുറച്ച്, ഒരു ടീസ്പൂൺ. പിന്നെ ഒരു മുളക്, നല്ല എരിവുള്ളതുകൊണ്ട് ഇതിന് ഞാൻ പകുതി എടുക്കണല്ലോ കേട്ടോ. പിന്നെ തൈര് ഇതുപോലെ ഒരു കപ്പ്, ഒരു ചെറിയ കപ്പിൽ. ഇത്രയാണ് വേണ്ടത്, ചെറിയ ബൗളിൽ അത്രയാണ് വേണ്ടത് കേട്ടോ. ഇതെല്ലാം, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അപ്പം ഇതെല്ലാം കൊണ്ട് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ആദ്യം നമുക്ക് തൈര് ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് മിക്സിയിൽ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒട്ടും കഷ്ണങ്ങളൊന്നും പാടില്ല, നന്നായിട്ട് അരച്ചെടുക്കണം. ഈ നെല്ലിക്ക നമുക്ക് അല്ലാണ്ടും ഇടാം. ഇതിപ്പോൾ ഞാൻ ഉപ്പിലിട്ട് വെച്ചിരുന്ന നെല്ലിക്കയാണ്, അങ്ങനെ ആയിട്ടും ഇടാം. അതാണ് കുറച്ചുകൂടെ ഒരു സ്വാദ്. അല്ലെങ്കിൽ ആ നെല്ലിക്കയുടെ ഒരു പച്ച സ്വാദ് ഉണ്ടാവില്ല, അതുണ്ടാവും. കടുകിട്ടു, മുളക് ഇതുപോലെ പകുതി ഒടിച്ച് ഇട്ടാൽ മതി. എരിവുള്ളതാണ് വെച്ചാൽ നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന്. പിന്നെ ഈ ഉപ്പിലിട്ട് നെല്ലിക്കയായിട്ട് കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുള്ളൂ കേട്ടോ. ഇതായിരിക്കും. ഇതിൽ വെള്ളം നമ്മൾ ചേർക്കാൻ പാടില്ല, നന്നായിട്ട് അരയണം. നമ്മൾ തൈര് ചേർത്തിട്ടാണ് നമ്മളിത് അരയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് അരിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിടുക. എന്നിട്ട് ഒന്നുകൂടെ അരച്ച് കഴിഞ്ഞ് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അതിനുമ്പോൾ ഒരു കാര്യം വരട്ടെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നന്നായിട്ട് അരയണം കേട്ടോ. അതിനകത്ത് കഷ്ണങ്ങളൊന്നും ഇടാൻ പാടില്ല, നന്നായിട്ട് അരയണം. തൈര് നല്ല കട്ടിയുള്ള തൈരായിരിക്കണം. മോരായാലും ആ ടേസ്റ്റ് ഉണ്ടാവില്ല, അറിയാമല്ലോ. നമ്മൾ കിച്ചടി ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയാന്ന്. നന്നായിട്ട് അരയ്ക്കുക, നല്ല പേസ്റ്റ് പോലെ ആക്കുക. ഇപ്പം നെല്ലിക്കയുടെ ഒക്കെ കാലമല്ലേ, അപ്പം നമുക്ക് സീസണൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ മാക്സിമം ഉപയോഗിക്കണം എന്നാണല്ലോ പറയണേ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തെ എൻ്റെ വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, സീസണലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ കൂടുതൽ ചെയ്യണത്. നന്നായിട്ട് ഇളക്കുക. വീണ്ടും തൈര് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് അരയ്ക്കുക. നമുക്ക് പല ഇതുകൊണ്ടും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം അല്ലേ, കിച്ചടി ഉണ്ടാക്കാം. അപ്പം ഇത് നമ്മുടെ നെല്ലിക്കയുടെ ഗുണം അറിയാലോ. നെല്ലിക്കയുടെ എന്ത് ഗുണം എന്താണെന്ന് വെച്ചാൽ അത് വേവിച്ചാലും അതിൻ്റെ ഗുണം ഉണ്ടാവുമെന്നാണ് പറയണത്. ഉപ്പിലിട്ടാലും ഒക്കെ അതിൻ്റെ ഗുണം അതുപോലെ ഉണ്ടാവുമെന്നാണ് പറയണത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് വറുത്തത് ഇടാം. ഒരു പകുതി ചുവന്ന മുളക്, വലിയതായിട്ട് ഒരു പകുതി ചുവന്ന മുളകും കുറച്ച് കടുക്, ഒരു 1/2 ടീസ്പൂൺ കടുക് ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്കിത് ഇതുപോലെ എൻ്റെ മുകളിലിടാം. ഇനിയിപ്പോൾ ഇങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ ഇത് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. അല്ലാണ്ട് തന്നെ നമുക്ക് കഴിവാക്കാം. ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മൾ ഈ കടുക് വറുക്കണ ഇതൊക്കെ നമുക്ക് അങ്ങ് ഒഴിവാക്കാം. അപ്പം നമ്മുടെ നെല്ലിക്ക കിച്ചടി റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും.
അപ്പോൾ നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.